മാന്നാർ തൃക്കുരട്ടി മഹാദേവ സേവാസമിതിയുടെ ഈ വർഷത്തെ രാമായണ പുരസ്കാരം പ്രശസ്ത സംഗീത സംവിധായകനും പിന്നണി ഗായകനുമായ എം ജയചന്ദ്രന് സമ്മാനിച്ചു. പി.സി. വിഷ്ണുനാഥ് MLA യിൽ നിന്ന് പുരസ്കാരം എം ജയചന്ദ്രൻ ഏറ്റുവാങ്ങി. മാന്നാർ തൃക്കുരട്ടി മഹാദേവ സേവാ സമിതിയുടെ ഈ വർഷത്തെ രാമായണ പുരസ്കാരം പ്രശസ്ത സംഗീത സംവിധായകനും പിന്നണി ഗായകനുമായ എം ജയചന്ദ്രന് സമ്മാനിച്ചു. പി.സി. വിഷ്ണുനാഥ് MLA യിൽ നിന്നും എം ജയചന്ദ്രൻ പുരസ്കാരം ഏറ്റുവാങ്ങി. ഈ വലിയ സന്തോഷമുണ്ടായി. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ പാട്ടിൻ്റെ ഒരു ആരാധകനാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒപ്പം വേദി പങ്കിടുന്നത് തന്നെ വലിയ സന്തോഷവും അഭിമാനമുള്ള കാര്യമാണ്. മലയാളത്തിലെ ഇപ്പോഴുള്ള സംഗീതത്തിൽ ഏറ്റവും ശ്രദ്ധേയനായ എല്ലാ തലമുറയിലും ആളുകൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ഇപ്പോഴും മലയാളികൾക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഇപ്പോഴത്തെ നിയോജകമണ്ഡലം കുണ്ടറയുമാണ്. കുണ്ടറയുമായി അദ്ദേഹത്തിന് ഒരു ബന്ധമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പഠിച്ചത് TK എഞ്ചിനീയറിംഗ് കോളേജിലാണ്. ആ TK എഞ്ചിനീയറിംഗ് കോളേജ് എൻ്റെ ഇപ്പോഴത്തെ നിയമസഭാ മണ്ഡലമായ കുണ്ടറയിലാണുള്ളത്. ഞാൻ എങ്ങനെയാണ് അദ്ദേഹത്തെ ഒന്ന് കണക്ട് ചെയ്യുന്നത് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കണക്ട് ചെയ്യാനൊരു കാര്യം കിട്ടിയത്. കാരണം ഞാൻ TK എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ യൂണിയൻ ഇനാഗുറേഷൻ ഇത്തവണ ഞാനാണ് പോയത്. ഞാൻ അവിടെ പോയിട്ട് MD എഴുതുന്നതിനെ കുറിച്ചാണ് സംസാരിച്ചത്. രാമായണം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്ന യാത്ര എന്നത് തന്നെയാണ്. 22 വർഷമായിട്ട് ഈ രാമായണ മേള ഇവിടെ നടക്കുന്നുണ്ട്. അതിന് ഈ ആസ്ഥാനത്തിന് നമുക്കൊരു വലിയൊരു കൈയ്യടി കൊടുക്കണം. ആദ്യം കുറച്ച് 300 പേര് മറ്റോ വെച്ച് തുടങ്ങിയത് എന്ന് പറഞ്ഞു സ്വാഗത പ്രസംഗത്തിൽ. എല്ലാവരെയും കാണാൻ പറ്റിയത് വളരെയധികം സന്തോഷം എന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട്, പിന്നെ വിഷ്ണു പറഞ്ഞു ടെലിഫോണിൻ്റെ കാര്യം TK എഞ്ചിനീയറിംഗ് കോളേജ്, അതെല്ലാവരുമുള്ള വിഷ്ണുവായിട്ടുള്ള കണക്ഷൻ, നമ്മുടെ മനസ്സുകൾ തമ്മിലുള്ള കണക്ഷൻ, ഒരു സോൾ ടു സോൾ റിലേഷൻഷിപ്പ് എന്നുള്ളത് സംഗീതത്തിലൂടെയാണ്. അപ്പോൾ വിഷ്ണു ഇവിടെ 1-2 പാട്ടുകളുണ്ട് പാടി ഞാൻ കേട്ടതുകൊണ്ട് വിഷ്ണു വീണ്ടും കുറച്ച് പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. വിഷ്ണുവിന് പറഞ്ഞ പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്. പാടി അത് കേട്ട് വളരെ ഇഷ്ടപ്പെട്ട് ഞാൻ വിഷ്ണുവിനെ കുറിച്ച് പറഞ്ഞിരുന്നു. വരുമെന്ന് പറഞ്ഞിട്ടും വരവൊന്നും കണ്ടില്ല. ശേഷമാണ് പലപ്പോഴും കാണാൻ വേണ്ടി ഒരു വേദി പങ്കെടുക്കുന്നത്. അപ്പോൾ അതൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷം തരുന്ന മുഹൂർത്തമാണ്. പ്രത്യേകിച്ചും 22 വർഷമായിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു. അതും ഇത്രയും മനോഹരമായിട്ട് ഗംഭീരമായിട്ട് കുട്ടികളെ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഇതിനെ വിജയകരമായി ഓരോ വർഷവും പൂർത്തിയാക്കും. 25,000 രൂപയും ശ്രീരാമ വെങ്കല വിഗ്രഹവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ചലച്ചിത്ര നടി പ്രിയങ്ക നായർ മുഖ്യാതിഥിയായി പരിപാടിയിൽ പങ്കെടുത്തു. ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് A. അജികുമാർ, മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV രത്നകുമാരി, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ BK പ്രസാദ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അജിത്ത് പഴവൂർ, ശാന്തിനി ബാലകൃഷ്ണൻ, മഹാദേവ സേവാസമിതി പ്രസിഡന്റ് കലാധരൻ കൈലാസം തുടങ്ങിയവർ സംസാരിച്ചു. CD നെറ്റ് ന്യൂസ്, മാന്നാർ.